ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് രാവിലെ നല്ല ചുമ. ഇത് ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2016 ഞാനിവിടെ വരുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഫാദറും മദറും ഒക്കെ എൻ്റെ കൂടെ ഒന്നുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഞാനിവിടെ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു പ്രായമുള്ള ഒരു അച്ഛൻ ഇവിടെ ഉണ്ട്. പുള്ളി എംബ്രാച്ചൻ എന്നാണ് പുള്ളിയുടെ പേര്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരാറുണ്ട്. ഒരു പഴയ തറവാടാണ്, പഴയൊരു വീടാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് എന്താ പറയുക, ഒരു വനം പോലെ നമുക്ക് തോന്നും. ഒരു കുന്നും ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2016 വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ അച്ഛനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു കേട്ടിട്ടാണ് ഇവിടെ വന്നത്. ഭയങ്കര പോസിറ്റീവാണ്. അപ്പം എനിക്ക് അച്ഛനെ കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. രാവിലെ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞുണ്ട്. ഞാൻ ഇന്നലെ യാത്ര തിരിച്ച് ഇവിടെ പോകുന്നതാണ്, ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. നല്ല പ്രകൃതി. വന്നപ്പോഴേ എന്ത് ചെയ്തു, ഞാനിങ്ങോട്ട് കയറലും ആ കിടക്കുന്ന വാഴ എന്ത് ചെയ്തു അങ്ങോട്ട് മറിഞ്ഞ് വീണു. നല്ല ലക്ഷണം. കൊലക്കാനിരുന്ന വാഴ പെട്ടെന്ന് അങ്ങ് വീഴുകയും ചെയ്തു. അപ്പം അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ്. അതായത് ഞാൻ വയനാട് വിളക്ക് എത്തിക്കാൻ പോകുന്നപ്പോഴും നിങ്ങളോട് പറയത്തില്ല, ആ വിളക്കിന് തുടക്കം കുറിക്കുന്ന ആ സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. അന്ന് ഇത്രയും ആത്മീയമായ ഒരു കാഴ്ചപ്പാട് എടുത്തു വയ്ക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ താണ്ടി ഒരുപാട് അനുഭവമായ ഗുരുപാഠങ്ങൾ പഠിച്ച് കൊടുങ്ങല്ലൂർ അമ്മയുടെ വാളും ചിലമ്പൊക്കെ എടുത്ത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. 2016 തൊട്ട് ഞാൻ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ആത്മീയ തലങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ഒരു പടി മുന്നോട്ടേ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പം എന്തു ചെയ്യാം, നമ്മൾ പ്രശ്നങ്ങളുണ്ടാവും ലൈഫിൽ. പക്ഷെ നമ്മൾ പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പുറകോട്ട് പോകരുത്. പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ മുമ്പോട്ട് തന്നെ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ എനർജി ആയിട്ട് മുൻപോട്ട് പോകുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. അങ്ങനെ എന്ത് ചെയ്തു, അന്നത്തെ അന്വേഷണങ്ങളും അന്ന് ഞാൻ ഒരുപാട് അന്വേഷണങ്ങളുമായിട്ടാണ് ഇവിടെ വന്നത്. ഇന്ന് ഞാൻ അന്വേഷണങ്ങളെ പൂർത്തീകരിച്ച് വീണ്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ അന്വേഷണത്തിലും അതിൽ ഞാനൊന്നും എന്ത് ചെയ്ത് പെൻഡിങ്ങിൽ വന്നിരിക്കുകയാണ്. ഞാൻ പെൻഡിങ്ങിന്, അതായത് പണികൾ, അതായത് ഒരു ജോലി, ഒരു വീട് വെപ്പൊക്കെ തുടങ്ങുമ്പോൾ പെൻഡിങ് വരുമല്ലേ, അതുപോലെ ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇനി പെൻഡിങ്ങിനെ ഒന്ന് പതിയെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതാണ് ഇനി എൻ്റെ അടുത്ത ടാസ്ക്.